അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കടുപ്പിച്ചു നോക്കരുത്, എന്നോടും കൂടെ ആയത്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ആട്ടെ, ചിലരുടെ മുഖഭാവം കണ്ടിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ചിലക്ക് വിടുതലാണ് ഇഷ്ടം. രാത്രി വിറപ്പിച്ച് പറയില്ലേ, വൈബ്രേഷനില്ലേ, അവർക്ക് അതാ ഇഷ്ടം. ഇന്നിപ്പം എന്നെ കൊണ്ട് അത് ഒക്കുകയില്ല. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകുകയില്ല. ഇനി 30-ാമത്തെ വയസ്സ് സ്നാനമേറ്റു, യേശു ശുശ്രൂഷ തുടങ്ങി. ശുശ്രൂഷ കണക്കെല്ലാം കൂടെ ചേർത്ത് പഠിച്ചില്ല, ഏതാണ്ട് 3.5 കൊല്ലം. ആ 3.5 കൊല്ലത്തെ ശുശ്രൂഷകളെല്ലാം ഏതാണ്ട് പര്യവസാനിച്ച്, പിതാവ് ഏൽപ്പിച്ച കാര്യമെല്ലാം പര്യവസാനിപ്പിച്ച് തികച്ച് ഒടുവിൽ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടക്കാൻ പോകുകയാണ്. ആ സന്ദർഭത്തിൽ അവിടുന്ന് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇടിയുണ്ടായി. ഒരു ശബ്ദം, എന്തുവാ? ഇവന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ. പന്ത്രണ്ട് വയസ്സ് മുതൽ 30 വയസ്സ് വരെ 18 കൊല്ലം അവിടത്തേക്ക് പ്രസാരമാണെന്ന് സാക്ഷിച്ചു. അതിനുശേഷം 30-ാം വയസ്സ് മുതൽ 33 തിരുവയസ്സിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ആ 3.5 കൊല്ലത്തെ ജീവിതവും അവിടുന്ന് പറയാ പ്രസാദമായിരുന്നെന്ന്. ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം. ദൈവം നമ്മെ കുറിച്ച് അതാ ഉദ്ദേശിക്കുന്നത്. പ്രസാദിപ്പിക്കാനല്ല, ഭർത്താവിനെ പ്രസാദിപ്പിക്കാനല്ല, ഭാര്യയെ പ്രസാദിപ്പിക്കാനല്ല, മക്കളെ മാതാപിതാക്കളെ അവർ വേണ്ടെന്നല്ല, അവരോട് നല്ല രീതിയിൽ ഇടപെടരുതെന്നും അല്ല വിധം. ദൈവത്തിന് പ്രസാദം വരുന്ന ജീവിതം. അതെ, അധികം വിവരിക്കുന്നില്ല. ഇവിടെ മിക്ക പേരിലും ദൈവം പ്രസേനിച്ചില്ല. ഇവർ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ആത്മസ്നാനം പ്രാപിച്ചവരാ, അപ്പം തിന്നവരാ, മോശയോട് ചേർന്നവരാ, മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരാ, മേഘത്തിന്റെ തണലിൽ ആയിരുന്നവരാ, അഗ്നിസ്തംഭത്തിന്റെ പ്രഭ അനുഭവിച്ചവരാ. പക്ഷെ അവരെ പറ്റി പറയാ ദൈവം പ്രസാദിച്ചില്ലെന്ന്. എന്താ ഇവര് ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം? അത് ആ ഭാഗത്ത് തന്നെ ഒരു 3-4 കാരണം പൗലോസ് പരാമർശിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇവർക്ക് ദുർമോഹം. 6-ാം വാക്യം വായിച്ചേ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ദുർമോഹങ്ങൾ ഉണ്ടാകരുത്. ദുർമോഹങ്ങള്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഈ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഞാൻ വിവരിക്കുന്നില്ല. ദൈവമക്കളുടെ അകത്ത് ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ദുർമോഹങ്ങൾ കടന്നുകൂടരുത്. പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകൾ, വിചാരങ്ങൾ, വികാരത്തെ പിടിച്ചടക്കണം. നമ്മുടെ ഈ കണ്ണ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര താല്പര്യം ഉണ്ടാക്കുന്ന കണ്ണാ. അതെ, ഈ ജവളിക്കടയുടെ മുന്നിൽ കൂടെ ചുമ്മാ പോയാൽ മതി, ചാടി അതിനകത്ത് കയറും. അവർ വേറെ കാര്യത്തിന് പോവാ, എന്നാലും ഭർത്താവും ഭാര്യയും വർത്താനം പറഞ്ഞതിന് പോകുമ്പോൾ ചാടി. ഭർത്താവ് വീട്ടുകാരും അങ്ങനെ ആടി, നീ അത് വളരെ ശ്രദ്ധിക്കണം. നോക്കിയപ്പോൾ കാണുന്നില്ല. നോക്കിയപ്പം അവർ കട കയറി തുണി തിരുമ്മി നിൽക്കുന്നു. കോട്ടനാന്നോ എന്തുവാ വിലയെന്ന്. അത് കുറ്റമായിട്ട് ഞാൻ പറയല്ല, ഈ കണ്ണ് അങ്ങനത്തതാണ്. ഒത്തിരി മോഹങ്ങൾ വർദ്ധിപ്പിക്കും. ദൈവമക്കൾ ഇങ്ങനെയുള്ള മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ പിടിച്ചടക്കണം. ഈ മോഹം കണ്ടമാനം അകത്തോട്ട് കയറിയാൽ നമുക്ക് സ്വസ്ഥത കെടും. ചില പറയത്തില്ല ഒരു സ്വസ്ഥതയില്ല, ആവശ്യമില്ലാത്ത മോഹം അകത്ത് കയറുന്നതാ. ഈ ചിലക്ക് എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ലല്ലോ, എത്ര ലഭിച്ചിട്ടും മതി വരുന്നില്ല. സ്തോത്രം.
ചിലർക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും പറ്റുന്നില്ല. ഉള്ളത് കൊണ്ട് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അതിന് നെടുക നടന്ന് കടം മേടിക്കുക. ഇനിയും കടം മേടിക്കാൻ ആരും, നമ്മളൊരു അത്യാവശ്യ സംഗതിക്കല്ലേ, മോടെ കല്യാണം, വീടിന്റെ പണി, അല്ലെ അങ്ങനെയുള്ള അത്യാവശ്യ സംഗതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിന് ഞാൻ എതിരല്ല. ഇതങ്ങനല്ലല്ലോ. സ്തോത്രം. ആവശ്യമില്ലാത്ത മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, ഇച്ഛകളെ പിടിച്ചടക്കണം. ഞാൻ പറയുന്നത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ നോക്കൂ. സ്തോത്രം. ഈ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ഈ ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരമാണ്. ചങ്ങല ഭയങ്കരമാ, അതിലും ഭയങ്കരമാ ആശച്ചങ്ങല. മതമുളകി ആനയെ ചങ്ങലക്ക് ഇട്ട് നിർത്താം, പക്ഷെ ആശച്ചങ്ങല കയറി ആ പേപ്പട്ടി നടക്കുമ്പോൾ നടക്കുമെന്ന. ഇപ്പോഴാണ് പേപ്പട്ടിയുടെ കണ്ടമാനം ശല്യമുള്ളത്. എല്ലാം ഈ മോഹഭാഗത്ത് കയറിയതാണ്. കണ്ടമാന ആഗ്രഹം. ദൈവമക്കൾ ഈ ഉള്ളത് കൊണ്ട് ഈ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. പഴയ ആൾക്കാർ പറയുന്ന പഴഞ്ചൊല്ല, ചിലക്ക് ചിലപ്പോൾ അറിയായിരിക്കും, കൂനറിഞ്ഞ് അറിഞ്ഞേ നെവരാവും. കൂനറിഞ്ഞേ. ഇപ്പൊ ഉദാഹരണം, ഭർത്താവിന്റെ ജോലി, വരുമാനവും അദ്ദേഹത്തിന്റെ സ്ഥിതി അനുസരിച്ച് വേണം ഭാര്യ ഇടപെടാൻ. കൂടെ ആരാധിക്കുന്ന, കൂടെ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരി 5000-ന്റെ സാരി മേടിച്ചു, അല്ലെ 2000-ന്റെ ചുടിദാർ മേടിച്ചു, അത് കണ്ടോണ്ട് ഭർത്താവിനോട് കയറി കൊമ്പ് കോർക്കുകയും പിണങ്ങുകയും ചെയ്യരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, അവൻ തുച്ഛമായ ജോലിയാ ചെയ്യുന്നത്, വരുമാനം. വീട് സന്ധിക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, പിള്ളേർ സ്കൂളിൽ പോകുന്ന സ്കൂളിലെ ഫീസ് കൊടുക്കണം, ഓട്ടോയ്ക്ക് പോകുന്നുണ്ട് ഓട്ടോ കൂലി കൊടുക്കണം, പത്രം വരുത്തുന്ന വീടാണെങ്കിൽ പത്രക്കാരന് പൈസ കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് പാൽ ആവശ്യമാണ്, ആ പാലുകാരന് കൊടുക്കണല്ലേ, പാല് മേടിക്കണം. ഇതെല്ലാം കാര്യം ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ടല്ലേ? പറ. അത് അതിനിടയ്ക്ക് അതിഥികളോ വന്ന അവരെ യഥോചിതം നമ്മുടെ സ്ഥിതി അനുസരിച്ച് മാനിക്കണം. ചിലപ്പോൾ ഒരാളായിരിക്കും ഒരു വീട്ടിൽ ഒരു കട്ടനിട്ട് തന്നു, ആ വീട്ടിൽ ചിലപ്പോൾ 10 പേരായിരിക്കും ഒരു ദിവസം വരുന്നത്. 10 പേർക്ക് കട്ടനിടണ്ടേ? ഇപ്പൊ പിന്നെ എല്ലാവരും പഞ്ചാരിയായിട്ട് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. എന്നാലും കാപ്പിപ്പൊടി വേണ്ടേ, ഗ്യാസ് കത്തിക്കണ്ടേ, ഇതെല്ലാം ചെലവല്ലേ? അപ്പൊ ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതെല്ലാം. അതിനിടയ്ക്ക് വല്യമ്മ ഉണ്ടെങ്കിൽ, അല്ലെ അപ്പനുണ്ടെങ്കിൽ ഗുളിക മേടിക്കണം, മരുന്നെടുക്കുന്നവരാണ്, അതിന് വേണ്ടേ? അപ്പോൾ സഹോദരിമാര് അത് കണ്ടറിഞ്ഞ് വേണം. നിങ്ങൾ ഈ സ്തംഭിച്ചിരിക്കുകയെന്നോ അതോ ശ്വാസം വിടാതിരിക്കുകയെന്നോ അങ്ങനെയൊക്കെ ഇരുന്ന് വല്ല വിലക്കം ഉണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം എനിക്ക് അങ്ങനെയുള്ള വരവൊന്നുമില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നാൽ മതി. കൂനറിഞ്ഞേ നെവരാവും. 5000-ന്റെ ചുരിദാർ കൂടെ അവിടെ സഭയിലുള്ള സഹോദരി മേടിച്ചു, നിങ്ങളും എനിക്ക് മേടിച്ചു തരണം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം കുഴഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാര്യം പറഞ്ഞാൽ യാതൊരു താല്പര്യവും പിന്നെയും കുഴഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ എനിക്കൊരു തൂവാല പോലും പിന്നെയും കുഴഞ്ഞു. ഉടനെ മോഹവും വികർപ്പിച്ചു. രാവിലെ ഒരു കാപ്പി കൊടുക്കുന്ന അത് വന്ന് മുടങ്ങി, കറകിന് കുത്തിയിട്ട് വിളിച്ചിട്ടോട്ട് അനക്കവുമില്ല, തുറക്കുന്നുമില്ല. എന്നാ ഫോൺ വിളിക്കാൻ നോക്കുമ്പോ അത് സ്വിച്ച് ഓഫ്. സഭാഗോളി വന്നോ, മേപ്പോട്ടേക്ക് പോയിട്ട് ചാടി ശീലാന്തിയും കൂടെ അളക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ? ആവശ്യമില്ലാത്ത മോഹങ്ങൾ ഉണ്ടാകരുത്. അപ്പുറത്തുകാരൊരു വീട് വെച്ചു, ചിലപ്പോൾ അവർക്ക് കാശുണ്ട്, അല്ലെങ്കിൽ അവരെ ആ നിലയിൽ സഹായിച്ചു, അതുകൊണ്ട് നമ്മൾ ചാടിയാലോ? സ്തോത്രം. എല്ലാവരും അല്ല കേട്ടോ, ചില സ്ത്രീകൾ, നല്ല മാന്യ സ്ത്രീകളുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് എല്ലാവരും പറയത്തില്ല. അന്തസ്സുള്ള, മാന്യതയുള്ള, കുടുംബശ്രേഷ്ഠതയുള്ള, യോഗ്യതയുള്ള സ്ത്രീകളാരും അങ്ങനെ പറയുകയില്ല. ഈ കുഴ തെറ്റിയ കുറെ എണ്ണമുണ്ട്, ആർക്കും വേണ്ടാതെ തിരികട തള്ളിയിട്ടത്. നമ്മൾ ഈ തേങ്ങ പിടിച്ച് കുലുങ്ങാത്തൊക്കെ അതൊക്കെ ചില ആൾക്കാർ എടുക്കും. പൊതിച്ചാലോട്ട് ഇതിന്റെ തൊണ്ട് പറഞ്ഞു വരികയില്ല, ഉടച്ചാലോട്ട് കാർന്ന് തിന്നാനും. എന്നാൽ മാന്യതയുള്ള, അന്തസ്സുള്ള, ശ്രേഷ്ഠതയുള്ള, പക്വതയുള്ള, പരിജ്ഞാനമുള്ള സ്ത്രീകൾ ആരും അങ്ങനെ പറയുകയല്ല.
പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഭാരപ്പെടണ്ട, ദൈവം നമുക്ക് തക്ക സമയത്ത് തരും. നിങ്ങൾ എന്തിനാ ടെൻഷൻ എടുക്കുന്നേ? നമുക്കും ആ വീട്ടിൻ്റെ കയറി താമസത്തിന് നമുക്കും പോകണം. ചില കുശുമ്പ് കയറി പോവുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ബന്ധുക്കോസുകാർ. കുശുമ്പായി ഇതിനല്ല. എന്നാൽ അവരാ വീട് വെച്ചപ്പോൾ സന്തോഷിച്ച് അവരുടെ കൂടെ പോയി സന്തോഷിച്ച് പ്രാർത്ഥനയെ കൂടി. അപ്പോൾ അവർക്ക് അറിയാം, അതും 2 എണ്ണം കഴിച്ചേ, അതിലേ എൻ്റെ മര്യാദ. ഇത്ര ഈ കൊള്ളുകേലാത്ത കുറെ എണ്ണമുണ്ട്. എന്നെ ദീർഘശ്വാസം വിട്ടെ, ഞാൻ കണ്ട് ദീർഘശ്വാസം വിടുന്നേ. ചില ആൾക്കാരുണ്ട്, ഒരുത്തനൊരു വീട് വെച്ചു, നമ്മളൂടെ സന്തോഷിക്കണം. ദൈവമേ, അതുങ്ങൾ വാടകയ്ക്ക് കിടന്നതാ, ചോർന്നൊലിച്ച ഒരു പെരയെ കിടന്നതാ, വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ ഭാരപ്പെട്ടതാ. കടമാന്തേലും ലോൺ ആന്തേലും ദൈവം അവർക്കൊരു വീട് കൊടുത്തല്ലോ. അയ്യോ വാ, നമുക്കും പോയി അവരുടെ കൂടെ അല്പസമയം. അതല്ലേ എൻ്റെ അന്തസ്. ഉടനെ ആ വീട്ടിലോട്ട് വിരുന്ന് പോയ കയറി താമസത്തിന് പോയവരെയും കൂടെ ഒരാളെ വിളിച്ചിരുത്തേച്ച് എങ്ങനെ ഒപ്പിച്ച് ഉണ്ടോ? ഉടനെ വന്ന പുള്ളിക്കാരും ഞാനും അതാ ചിന്തിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇല്ല, കുറച്ച് സൗകര്യം ഉണ്ടെന്നാ കേട്ടത്. പുറകുവശം തേച്ചിട്ടില്ല അല്ലയോ? ഇങ്ങനെ കുശുമ്പും കുന്നായ്മയുള്ള ഇനം, അതിനെന്തിനു ധീരമല്ലേ? അയ്യോ, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാ അല്ലേ പറഞ്ഞേ? എന്നാ പറയാ പക്ഷേ എൻ്റെ മുട്ടിനങ്ങ് വേദന. ഡോക്ടർ പറഞ്ഞത് തേയ്മാനം ഉണ്ടാകും. നിന്റെ കുശുമ്പും കുന്നായ്മയും മാറ്റുകാന്നെ തന്നെ നിന്റെ മുട്ടും എല്ലാം ശരിയാകും. മുട്ടിന് തേയ്മാനം. ഡോക്ടർ ചാണ്ടി പറഞ്ഞത് അസ്ഥിക്ക് ബലമില്ലെന്നാ. അങ്ങ് പൊടിയുക. ഇതുപോലെ അസൂയ പാടില്ല. ഒരുവത്തിന്റെ നന്മയിൽ സന്തോഷിക്കണം. വേണ്ടേ? സന്തോഷിക്കണം. നമ്മുടെ സഭയിലെ ഒരു കുഞ്ഞ് നന്നായിട്ട് വാക്യം പറഞ്ഞു, അഭിനന്ദിക്കണം. ഒന്നെ നമ്മുടെ കൊച്ചിനേക്കാളും കൂടുതൽ പറഞ്ഞെന്നോർത്ത് കുശുമ്പാ. ഒന്നെങ്കിൽ ശ്രദ്ധിക്കുകയല്ല, ഇല്ലെങ്കിൽ ആ കൊച്ചിന് ഭാര വെച്ച് കളയും. വാക്യമൊക്കെ പറഞ്ഞാൽ ഇത് മുടി കെട്ടി വെച്ചത് കണ്ടായിരുന്നോ? കുശുമ്പ് കണ്ടോ? അയ്യോ, ആ കുഞ്ഞു വാക്യം പറഞ്ഞു, ദൈവമേ നന്നായിരിക്കുന്നു പറയുകയല്ല. പറയുകയല്ല. കാരണം നമ്മുടെ കൊച്ചിനേക്കാളും അത് ഒരു വാക്യം കൂടെ അത് ഇഷ്ടപ്പെട്ടില്ല, അസൂയ. ഇപ്പൊ സഭയിൽ ഒരു സഹോദരൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പഴയ വിശ്വാസിയെക്കാളും നന്നായിട്ട് പുതുതായിട്ട് വന്ന പുള്ളി പ്രാർത്ഥിക്കും, സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഉടനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ മൈക്കിന്റെ ഓളിയും കുറച്ച് ഉഴപ്പി. അതൊരു മര്യാദ തന്നെ. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ചെന്ന് പറയണം, ബ്രദറെ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലോ, നന്നായിരിക്കുന്നു, ദൈവം അവനൊരു സന്തോഷവും തോന്നുകയല്ലേ. ഇതുകൊണ്ട് അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ പറയും, നാളെ അവന് കൊടുക്കരുത് പ്രാർത്ഥിക്കാൻ. ഭാഷ എന്നെ ഓർത്തോണ്ട് അവന് കൊടുത്തത്. അവൻ ആരാന്ന് ഭാഷക്ക് അറിയാമോ? ഇല്ല. അവനെ കൊല്ലത്ത് ഇതുപോലെ ഉഴപ്പി നടന്ന ഒരുത്തൻ. എടാ, അവൻ വന്നില്ലേ ഇതിനകത്ത്? നീ ഉഴപ്പാൽ 50 കൊല്ലം ഇതിനകത്ത് ഇരുന്നിട്ട് നിന്നെ ഒരു പൂഞ്ഞാന് പോലും നിന്നെ വേണ്ടല്ലോ. അവൻ 2 കൊല്ലം കൊണ്ട് ഇത്ര മെച്ചപ്പെട്ടില്ലേ? നീ 50 കൊല്ലമായിട്ടിരുന്നിട്ട് നിനക്ക് 23-ാം സങ്കീർത്തനം കാണാതെ പറയാമോ? തെറ്റാതെ ഒരു സമ്മാനം തരാം നിനക്ക്. അവൻ 2 കൊല്ലം കൊണ്ട് 119-ാം സങ്കീർത്തനത്തിന്റെ മുഴുവൻ ബാക്കിയും കാണാതെ പറഞ്ഞല്ലോ. നല്ലതല്ലേ? നല്ലതല്ലേ? ഞാനെപ്പോഴും പറയും, ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അവരെ അഭിനന്ദിക്കണം. വേണ്ടേ? അഭിനന്ദിക്കണം. ഒരു സഹോദരി നന്നായിട്ട് പ്രാർത്ഥിച്ചു, അയ്യോ നന്നായിരിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമൊക്കെ, നന്നായിരിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കണേ. അതല്ലേ? ഉണ്ട്. അങ്ങനെ രോഗം കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു, ഇനി വരട്ടെ, കൊടുക്കും. പാടില്ല. ഒരാൾ നന്നായിട്ട് പാട്ട് പാടി, ആ സഹോദരൻ നന്നായിട്ട് പാട്ട് പാടി, ബ്രദർ നാളെ വന്നൊരു പാട്ട് പാടണേ. അങ്ങനല്ലേ ചെയ്യണ്ടേ? അല്ല, അവൻ എവിടെ നിന്ന് വന്നതാ? എവിടെ നിന്നാ? പോളത്തോട്ടി നങ്ങാണ്ട് വന്നാന്ന്. നമ്മുടെ സഭയാന്നാ? ഏത് സഭയാണെന്നറിയാമല്ല. ഇനി മേല് കൊടുത്തേക്കരുത്. കൊടുത്തത് കൊടുത്തിനി. അതാണ് എൻ്റെ മര്യാദ. ഒക്കെ എന്നൊക്കെ വേണം. ബ്രദറെ നാളെ ഫ്രീ ആണേ വന്ന് ഒരു പാട്ട് കൂടെ ഒന്ന് പാടാം, നല്ലതായിരുന്നു കേട്ടോ. ഒരു സഹോദരി നന്നായിട്ട് പാട്ട് പാടി, അയ്യോ കൊള്ളാം, നന്നായിരിക്കുന്നു ആ പാട്ട് കേട്ടോ, നന്നായിരിക്കുന്നു. അതിലേ ചെയ്യണ്ടേ? എനിക്കറിയാം, ഞങ്ങളുടെ ഒരു ബേബയ്ക്കും അറിയാം, പറയരുത്, ഉണ്ടരുത്, നമ്മളെ കൊണ്ട് പറഞ്ഞാൽ മതി. ഒരു പാസ്റ്ററുടെ ഭാര്യയുണ്ട്. ഒരു 10-20 പാട്ട് പുസ്തകമായിട്ട് ഇങ്ങനെ പൊരുന്നക്കോഴി ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുക.
ഒരു മൈക്കും വെച്ചു. ഈ തള്ളക്കാന്ന് ട്യൂണുമില്ല, സ്വരവുമില്ല, ചുമ്മാ കിടന്ന് എരുമ കാറും പോലെ കാറുക. ശരിവനറിയാവരെ അവരുടെ മുന്നേ ഒരു മൈക്കും വെച്ചു ഇങ്ങനെ അവരിങ്ങനെ അടക്കോടി ഇരിക്കും പോലെ. ആ സഭയിൽ നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട്. ഈ തള്ള മൈക്ക് കൊടുക്കുകയില്ല, അവർക്കൊരവസരം. ഇവര് കിടന്ന് കിടന്ന് അങ്ങനെ മാക്കറി കാറും പോലെ കിടന്നങ്ങ് ആ സഭയിൽ നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട്, എനിക്കറിയാം. കൊടുക്കുകയില്ല. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാം. ചിലരെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ചിലടത്ത് വിഷയങ്ങൾ പ്രസംഗിക്കാൻ, അപ്പം ചിലർ പറയും ഇന്ന വിഷയം പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ ശരിയാകുകയല്ല. ഇന്ന ആളിനെ വിളിക്കും, പുള്ളി അത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. അതല്ലേ എൻ്റെ മര്യാദ. ഞാൻ അവിടെ ചെന്ന് കുഴയുന്നതിലും നല്ലത് അല്ലേ? ഇന്ന വിഷയം ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ ശരിയാകില്ല. അപ്പൊ എനിക്ക് അറിവുണ്ടെങ്കിൽ ഞാൻ ഇന്ന ആളിനെ വിളിക്ക്, നന്നായിട്ട് പറയും. ഇപ്പൊ ഞങ്ങളുടെ അവിടെ സഭയിൽ ബൈബിൾ ക്ലാസ് നടക്കുക, ഞാൻ എടുത്താൽ ശരിയാകുകയല്ല. സമാഗമന കൂടാരം എനിക്കറിയാം. അതിനാ ഷാജൂസ് ജോസഫ് അദ്ദേഹത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. എന്നേക്കാൾ നന്നായിട്ട് അദ്ദേഹം അത് ചെയ്യും, പഠിപ്പിക്കും. അതല്ലേ അതിന്റെ ശരി. ആ എൻ്റെ സഭയാ, എൻ്റെ മൈക്കാ, എൻ്റെ കാസാരിയാ, ഒരുത്തനെ ഇവിടെ കയറ്റുകയല്ല. ഒരുത്തനെ കമാന്ന് മിണ്ടാ ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന സമാഗമന കൂടാരം നിനക്ക് വേണേ പഠിച്ചാൽ മതി. ഇതാ സമാഗമന കൂടാരം, അല്ലാത്ത ഒന്നും കൂടാരവേ. അതാണ് അതിന്റെ മര്യാദ. അത് നന്നായിട്ട് പഠിപ്പിക്കാൻ പ്രാഗൽഭ്യമുള്ളവരെ, അറിവുള്ളവരെ വിളിക്കണം. വിളിച്ച് അവർക്ക് അവസരം കൊടുക്കണം. അതെല്ലാവരും അങ്ങ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ മോഹങ്ങളും ചിന്തകളും ഒക്കെ അങ്ങ് മാറ്റണം. വിശേഷിച്ച് ഈ അസൂയ ഒന്നും പാടില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായി എനിക്ക് നന്നായിട്ട് ദൈവോചനം പ്രസംഗിക്കുന്നവർ എനിക്ക് ബഹുമാനമാണ്. ബഹുമാനവും ആദരവും കഴിവിൻ്റെ പരമാവധി ഞാൻ അവർക്ക് അവസരം കൊടുക്കും. എനിക്കും പഠിക്കാമല്ലോ. എനിക്കൊത്തിരി, ഞാനിനി എന്തെല്ലാം പഠിക്കാനുണ്ട്, എനിക്കും പഠിക്കരുതോ? പിന്നെ ചുമ്മാ ഈ ബഹളവും വെപ്പറാളോ ഉള്ളവർക്ക് ഞാൻ കൊടുക്കുകയല്ല. ചുമ്മാ കിടന്നാണ്ട് വരുന്നു, രണ്ട് വരുന്നു, ഇട്ടോ കുട്ടൻ്റെ അമ്മയെ പട്ടി കടിച്ചെന്ന് പറഞ്ഞ് ഉമ്മ ബഹളം ഉണ്ടാക്കിയാൽ 5 മിനിറ്റ് എടുത്തോളാൻ പറയും. അല്ലാത്തവർക്ക് കൊടുക്കും. കാരണം എനിക്കിവിടെ പഠിക്കാം. സ്തോത്രം, സ്തോത്രം. നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനെ അഭിനന്ദിക്കണം. കർത്താവ് ചിലരെ അഭിനന്ദിച്ചില്ലേ? ബർയോനാ ശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് സ്വർഗസ്വനായ എന്റെ പിതാവാ. അയ്യോ, ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ല. വേറൊക്കെ പറഞ്ഞ സ്ത്രീ നിന്റെ വിശ്വാസം വലിയത്. അഭിനന്ദിക്കണം. സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല. കർത്താവ് അങ്ങനെ അഭിനന്ദിക്കും, നമ്മളും അങ്ങനെ അഭിനന്ദിക്കണം. ഒരാളെ യോഗ്യമായിട്ടൊരു വസ്ത്രം ധരിച്ചു, അയ്യോ നന്നായിരിക്കുന്നു. പ്രാർത്ഥിച്ചു, നന്നായിരിക്കുന്നു. പാട്ട് പാടി, നന്നായിരിക്കും. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ പ്രിയ കളർനാവിലെ തമ്പിച്ചായൻ്റെ സഹധർമ്മിണി കടന്നുപോയി. ഞാനും ഷൂപ്പാസും ഉണ്ട്. ഞങ്ങൾ ചെന്നു. അന്നേരം ഡോക്ടർ യോഗന്നാൻ ഡോക്ടർ ഒരു പാട്ട് പാടി, എന്തോ സുഖമായിരുന്നു. എന്നാൽ അവിടെ കുറെ പാട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പാടിയ പാട്ട്, ആ പാട്ട് എന്തോ ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇങ്ങനെ മുഴങ്ങുക. പക്ഷെ അദ്ദേഹം പാടിയപ്പം ഇൻസ്ട്രുമെന്റ്സും ഇല്ലായിരുന്നു, വായിക്കാനും അല്ല, പിന്നണിയില്ല, ഒന്നുമില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ നല്ല ട്യൂണും. ഡോക്ടർ യോഹന്നാൻ നമ്മുടെ ചെങ്ങിമനത്ത് ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ണം പറഞ്ഞു, അയ്യോ പാട്ട് ഇപ്പോഴും എൻ്റെ കാതി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഭിനന്ദിക്കേണ്ട കാര്യം അഭിനന്ദിക്കണം. സ്തോത്രം. കർത്താവിന് അതിഷ്ടമാണ്. അപ്പൊ ഈ ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവം ഇവര് പ്രസാദിക്കാഞ്ഞതിന്റെ ഒന്നാമത്തെ കാര്യം ദുർമോഹം. ആവശ്യമില്ലാത്ത മോഹമൊന്നും നമ്മുടെ അകത്ത് കയറരുത്. ആ മോഹത്തെ പിടിച്ചടക്കണം. അങ്ങനെയുള്ള വിചാരങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ വരുമ്പോൾ പിടിച്ചടക്കണം. ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരമാണ്. സ്തോത്രം. നമ്മള് ഒരു പാട്ട് പാടുകയല്ലേ, ആശപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ. ഓ കണ്ടിടും കണ്ടിടും പ്രിയ
യേശുവേ മണാളനേ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത മോഹങ്ങളും ആഗ്രഹങ്ങളും കളയണം. ഈ പ്രാർത്ഥനയിൽ ആവശ്യമില്ലാത്ത ദുർമോഹമെല്ലാം വിട്ടുകളയണം. നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യണം. സ്തോത്രം. ഞാൻ ഈ ബേബായുടെ അമ്മ സാറാമ്മ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ നല്ല വചന തിട്ടു. ഇവര് കൊച്ചിലെ ആയിരിക്കുമ്പം ഞാൻ ഇവരുടെ സഭയിൽ പോയി പ്രസംഗിക്കും. നമ്മളൊരു വാക്യം പറയുമ്പം സാറാമാമ അവിടെ ഇരുന്ന് പൂരിപ്പിക്കും. അത് നമ്മളെ കടത്തി വെട്ടിയല്ല, ശുശ്രൂഷയ്ക്ക് സഹായമായിട്ടാണ്. നല്ല മിടിക്കുക. പുള്ളിക്കാരിയും മിടിക്കുക, പുള്ളിക്കാരുടെ അമ്മയും മിടിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ആരാണ്ടോട് പറഞ്ഞു, ഞാൻ അവിടെ കുമളിയിലെ നമ്മുടെ വ്യാപാര ഭവനിലൊരു യോഗം, സജി പാസ്റ്റ്, വിജി തോമസ് കുട്ടിയുടെ അനിയൻ സജി പാസ്റ്റ്, അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ക്രമീകരിച്ചൊരു യോഗമാണ്. അപ്പൊ ഞാൻ വ്യാപാര ഭവനിൽ ചെന്നു. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര, 86. അപ്പൊ ഞാൻ ആ യോഗത്തിന് ചെന്നു. വലിയ സ്റ്റേജാ ഞാൻ പ്രസംഗിക്കുക. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടോ ഈ ഓഡിറ്റോറിയത്തില്. മൈക്കുമൊക്കെ കൊടുത്തിട്ടുണ്ട് വാക്യം വായിക്കാൻ. ഞാൻ വാക്യം വായിച്ചപ്പോൾ ഈ മൈക്ക് വെച്ചോണ്ടിരുന്നവർ വായിക്കാൻ താമസിച്ചു. പുറകിലിരുന്ന് നല്ല കഥനാക്കുറ്റി തീരും പോലെ വാക്യം. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം വല്യമ്മച്ചിയാ. എന്തോ ശബ്ദം. അന്നേരം 85 വയസ്സുണ്ട്. ഭയങ്കര ശബ്ദം. കണ്ണാടിയും വേണ്ട. കണ്ണാടി ഉണ്ടായിട്ട് തന്നെ ഒരു കാര്യമുണ്ട്, അത്ര പ്രതികൂലത്തിൽ കൂടെ അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നത്. ഞാൻ അവരെ രണ്ടുപേരെയും അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ പ്രസംഗിച്ച് വരുമ്പം പറയേണ്ട സന്ദർഭം വന്നാൽ അവരെ ഞാൻ അഭിനന്ദിക്കും. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. സ്തോത്രം. അപ്പൊ ഈ ആവശ്യം, ഒന്ന് അഭിനന്ദിക്കണം, രണ്ട് ആവശ്യമില്ലാത്ത മോഹങ്ങളെല്ലാം അങ്ങ് കളയണം. നമ്മളേതായാലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പല കാര്യം കാണും. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ പല കാര്യം കാണും. ഒരു സദസ്സ് ചെല്ലുമ്പോൾ അതെല്ലാം നമുക്ക് വേണമെന്ന് ചടിച്ചാലോ നിന്റെ സ്വസ്ഥത പോവും. സ്വസ്ഥത കിടും. കെടുകയല്ലേ? ഞാൻ ഇന്നാണ് പ്രസംഗിച്ചപ്പം ഞങ്ങളുടെ സഭയിൽ അവിടെ കൂട്ടായ്മയെ ഞാൻ പറഞ്ഞു, വളരെ ഭൗതികമായിട്ട് ഉന്നതന്മാരുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെയാ പാർത്തിട്ടുണ്ട്. പല കാര്യങ്ങൾ അവിടെ കാണാറുണ്ട്. ശ്രദ്ധിക്കുമല്ലോ. അതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. കയറിയാ കുഴയും. ഇത് അകത്ത് കയറിയാ പിന്നെ അത് അങ്ങനത്തെ വേണം, മേടിക്കണം, കിട്ടണം എന്നുള്ള ചിന്ത. ഇപ്പോഴത്തെ പുതിയ ഉപദേശക്കാർ പറഞ്ഞ അതിനെ ഗർഭം ധരിക്കണമെന്ന്. നമുക്കിപ്പോ ഒരു ഓടി വണ്ടി വേണം. അങ്ങനൊക്കെ അവരുടെ ഓടി വണ്ടി. ഇവനെ ചുമ്മാ പ്രാന്ത. ഓടി വണ്ടി വേണമെങ്കിൽ ഓടി വണ്ടി നമ്മൾ ഗർഭം ധരിക്കണം. അത് വിശ്വാസ കണ്ണാൻ കിറുക്കനെയല്ല എന്നെ ചെയ്യണമെന്ന് കിറുക്ക് പിടിച്ച ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും എല്ലാം ഇതിനെ വിശ്വാസത്താൽ ഓടി കിട്ടിയതിനായി സ്തോത്രത്തിൽ പോകുന്നതിനായി ഇപ്പൊ എല്ലാം ആണല്ലോ. ഓടി ഇപ്പം നാട്ടിൽ പോലെ നിൽക്കാൻ ചിലർക്ക് പറ്റുന്നില്ല. യാക്കോബിനെ പോലെ അനുഗ്രഹം പ്രാപിച്ചു, പക്ഷെ കുടുംബത്തിൽ നിൽക്കാൻ മേല. അനുഗ്രഹം എല്ലാം പ്രാപിച്ചു, പക്ഷെ വീട്ടിൽ നിൽക്കാൻ ഒക്കുന്നില്ല. കവിഞ്ഞൊഴിയുന്ന അനുഗ്രഹം കേരളത്തിൽ ഇപ്പൊ നിൽക്കാൻ മേല. അതിന് കേൾക്കുന്നു വേറെ രാജ്യത്തിലേക്ക് പോകുന്നു എന്ന്. സ്തോത്രം. നിനക്ക് ഒരു കഷണം അപ്പമേ ഉള്ളെങ്കിലും സമാധാനവും ശാന്തതയും സ്വസ്ഥതയും ഉണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അപ്പൊ ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ നമ്മുടെ അകത്ത് കയറരുത്. സ്തോത്രം. നമുക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് ദൈവം തരും. അതിനായിട്ട് നമ്മൾ ബന്ധപ്പെടരുത്. അങ്ങനൊക്കെ ചില പറയില്ലേ, ഞാൻ പിടിച്ചു വെച്ച്
പ്രാർത്ഥിച്ച് മേടിച്ചത്. അങ്ങനൊന്നും മേടിക്കരുത്, ചുമ്മാ ഊളത്തരമൊന്നും കാണിക്കരുത്. പിടിച്ചു വെച്ച് മേടിക്കരുത്. സ്തോത്രം. പിടിച്ചു മേടിച്ചവനെല്ലാം കുഴഞ്ഞു പോയി. സ്തോത്രം. ഹിസ്കിയാവ് ചുവരോട് മുഖം ചേർത്ത് പിടിച്ചു വെച്ച് മേടിച്ചതാ. കർത്താവ്, ഞാൻ ഏകാഗ്രതയോടും പരമാർത്ഥത്തോടെ നടന്ന് നീ ഒന്ന് ഓർക്കണം. പ്രവാചകൻ എന്ന് പറഞ്ഞു യാതൊന്നും ദൗത്യമാകില്ല ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ. പുള്ളിയാണ് ചുവരോട് മുഖം പിടിച്ചൊരു കരച്ചിലും ഒരു കണ്ണുനീരും പ്രാർത്ഥനയും. നമ്മറ്റത്ത് പോയ പ്രവാചകൻ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് 15 വർഷം കൂട്ടി തന്നെന്ന്. അപ്പം പുള്ളി ഒരു പാട്ടുമൊക്കെ പാടി. സ്തോത്രം. ഒരു പാട്ടുമൊക്കെ പാടി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ചെറുക്കനുണ്ടായി, ഇതുപോലെ നാശം പിടിച്ചൊരു മനേഷെ, ഇതുപോലെ നശൂലം പിടിച്ചൊരു ചെറുക്കൻ. അവൻ കാണിക്കാവുന്ന കോപ്രാന്തം എല്ലാം കാണിച്ച് യാത്രക്കളെ കൊണ്ടുവന്ന് ആകെ തരമന വരെ കൊണ്ട് കാണിച്ച് അടിച്ച് തൂത്തെടുത്തോണ്ട് പോയി. ഇയാൾ അന്ന് യാകുകയായിരുന്നു, ഈ ചെറുക്കൻ ഉണ്ടാകുകയില്ലായിരുന്നു. ഈ നാശം ഒന്നും പിടിച്ചു വെച്ച് മേടിച്ചതാ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, പിടിച്ചു മേടിക്കരുതൊന്നും. നമുക്ക് പുതിയ നിയമസഭയ്ക്ക് നമുക്ക് ഉള്ള പ്രമാണം ഇതാ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാ നല്ലത്. കർത്താവ് അവിടത്തേക്ക് ഹിതമാണെങ്കിൽ തന്നാട്ടെ, അവിടത്തേക്ക് ഹിതമാണെ നടക്കട്ടെ, അതല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, ഈ ചില ദൈവമക്കളെ പ്രാർത്ഥിക്കും. മിക്കപ്പോഴും ഞാൻ പറയും, ചില സാക്ഷ്യമൊക്കെ ഇപ്പോഴല്ലേ അധികം സാക്ഷ്യമില്ല. പ്രാർത്ഥിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് 1, 2, 3 ഞങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഞങ്ങളുടെ ദൈവം മറുപടി നൽകി. നന്ദിയോടെ സ്തുതിക്കും. ഇത് കേൾക്കുന്നവർക്കും സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഈ സാക്ഷി കേൾക്കുമ്പോൾ മെപ്രാളമാണ്. ചിലരെ ചോദിച്ചതിനെല്ലാം ദൈവം മറുപടി നൽകി, വിടുതൽ നൽകി എന്ന് പറയുമ്പോൾ ചിലർക്ക് അവർക്കും സന്തോഷമാണ്, കേൾക്കുന്നവരും ചിലർക്ക് സന്തോഷമാണ്. ചിലടത്ത് ഉപദേശിമാരും ചിലപ്പം പറയാതെ തന്റെ ദാസിക്ക് ദൈവം ചോദിച്ച വിഷയത്തിനെല്ലാം മറുപടി കൊടുത്തതിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം കരങ്ങൾ വീശി ഞാൻ വീശുകയല്ല. എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ വെപ്രാളമാണ്. എങ്ങനത്തെ സാക്ഷ്യമാണ്? ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം മറുപടി തന്നെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളമാണ്. അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, എനിക്ക് വെപ്രാളമാണ്. ഇപ്പൊ നിങ്ങൾ ചില ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നപ്പോ തനിക്ക് എന്നാ ഇത്ര വെപ്രാളം? നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മുഖഭാവം അങ്ങനത്തെ ചോദ്യം ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി വരുമ്പോ തനിക്ക് എന്നാ ഇത്ര വെപ്രാളം? അങ്ങനെ ചോദ്യം ഉന്നയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരോട് തിരിച്ചു മറുപടി, എനിക്ക് വെപ്രാളം വരാൻ കാര്യം നിങ്ങളോടോ അവരോടോ വൈരാഗ്യം ഉണ്ടായിട്ടല്ല, എന്റെ ഹൃദയത്തിൽ വേറെ വാക്യം ഇരിക്കുന്നത് കൊണ്ടാ വെപ്രാളം. എന്റെ ഹൃദയത്തിനകത്ത് തിരുവചനം ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളമായി ഇത് കേൾക്കുമ്പം. ഇപ്പം വീണ്ടും നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം, ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഏതാ? ഒത്തിരി വാക്യമുണ്ട്. ഒരു വാക്യം പറയാം, ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നെന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളം വരാൻ ഒരു വാക്യം ഇപ്പം വായിച്ചേ. 106 സങ്കീർത്തനത്തിന്റെ 10 വാക്യം വായിച്ചേ. 12 വാക്യം വായിച്ചു. 106:15. അവരപേക്ഷിച്ചത്, ഇങ്ങോട്ട് നോക്കിയ ബാക്കി എല്ലാവരും എന്നെ നോക്ക്, കാണാനൊന്നും വലിയ ചതവില്ലെങ്കിൽ എന്നെ നോക്ക്, എല്ലാവരും എന്നെ നോക്ക്. സഹോദരി ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ വായിക്കണം, ബാക്കിയുള്ളവരെല്ലാം എന്നെ നോക്കണം. ഒന്നുകൂടെ ആ ബാക്കി ഒന്ന് വായിച്ചേ സഹോദരി. എന്നെ നോക്കാൻ നിങ്ങൾ പിന്നെ എന്നെ നോക്കാൻ പറഞ്ഞപ്പോ സഹോദരിയെ കൊണ്ടല്ലേ വായിപ്പിക്കാൻ. ഒന്നുകൂടെ വായിച്ചേ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ശ്രദ്ധിച്ചേ, അവരപേക്ഷിച്ചത് അവൻ അവർക്ക്. ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ലിസ്റ്റ് എഴുതി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനതിന് എതിരല്ല കേട്ടോ, എതിരല്ല. അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നും അല്ല എൻ്റെ വാദം. ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു വെപ്രാളമാണ്. ഇന്ന വണ്ടി, ഇന്ന വീട്, ഇന്ന ജോലി, ഇന്ന സാലറി, ഇന്ന കല്യാണം, അഥവാ സ്റ്റേറ്റ്സ് എന്ന് പറയണം, ചെറുക്കൻ 6 അടി പൊക്കം, 2 നിറം, 5 അക്ക സാലറി, ഇങ്ങനെയൊക്കെ അങ്ങനെ എഴുതി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന കുടുംബമായിരിക്കണം, ഇത്ര വിദ്യാഭ്യാസം ഇന്നതായിരിക്കണം, അങ്ങനെയൊക്കെ എഴുതി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. വണ്ടി, വീട്, വസ്തു, കല്യാണം, ജോലി, വിദേശയാത്ര, വിസ,
ഇതല്ല, കൂടുതൽ ലിസ്റ്റുകൾ അങ്ങനെ. അല്ല, അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്ത്. ചോദിച്ചത് ഇത്ര മുറിയുള്ളൊരു വീട്. ഞങ്ങളെ പറഞ്ഞതുപോലെ തന്നെ 3 ബെഡ്റൂമും അല്ലെ 5 ബെഡ്റൂമും അല്ലെ 8 ബെഡ്റൂമും. വണ്ടി വിശ്വാസക്കണ്ണാൽ കണ്ടു. വണ്ടി കിട്ടാൻ ഒരു സാധ്യത ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ റോസമ്മയും കൂടെ മുട്ടയിലിരുന്ന് അല്ല, അവര് അപേക്ഷിച്ചത് അവൻ അവർക്ക് ചോദിച്ചത് കൂടെ. അങ്ങനെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നതുപോലെ തന്നു, അത് കിട്ടിയെന്നൊക്കെ സാക്ഷ്യം. പക്ഷേ അടുത്ത വാക്യവും കൂടെ സഹോദരി ഉറക്കെ വായിച്ച്, അവരപേക്ഷിച്ചത് അവൻ അവർക്ക്. അടുത്തത് കേട്ടോ, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ഭയാനകമായ വാക്യമാ. അപേക്ഷിച്ചത് ദൈവം കൊടുത്തു. പക്ഷെ അടുത്ത വാക്യം മറന്നു പോകരുത്. എങ്കിലും പ്രാണന് ക്ഷയമയച്ചത്. എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. വിഷയത്തിനെല്ലാം മറുപടി കിട്ടി, പക്ഷെ പ്രാണൻ ക്ഷയിച്ചു പോയി. അങ്ങനെ എന്തിനാ മറുപടി കിട്ടുന്നത്? അങ്ങനെ കിട്ടിയിട്ട് എന്നാ ഗുണം? അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ആശയം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. നീ പ്രാർത്ഥിച്ച ആശയം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. നീ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്.